കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്നും അവയുടെ പ്രവർത്തന രീതികളെ പറ്റിയുമാണ് വിവരിച്ചിരുന്നത്. ഇനി നമുക്ക് ഇക്വിറ്റി ഫണ്ടുകൾ എത്ര തരമുണ്ടെന്നും അവ എങ്ങനെ വാങ്ങാമെന്നും മികച്ച ഫണ്ടുകൾ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരിശോധിക്കാം. ഒരു കമ്പനി ആദ്യമായി ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ അതിൽ നിക്ഷേപിക്കാം. ഇങ്ങനെ ആദ്യമായി നിക്ഷേപം സ്വീകരിക്കുന്നതിന് NFO അഥവാ ന്യൂ ഫണ്ട് ഓഫർ എന്നാണ് പറയുക. കൂടാതെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഫണ്ടിലും നിക്ഷേപിക്കാം. മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നതിനായി KYC നിബന്ധനകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. ആധാർ കാർഡ്, ഫോൺ നമ്പറും പാൻ കാർഡുമായി നിർബന്ധമായും ബന്ധിപ്പിച്ചിരിക്കണം. ഓൺലൈനായി മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ വെബ്സൈറ്റ് വഴിയോ ആപ്പിലൂടെയോ നിക്ഷേപിക്കാം. നിക്ഷേപിച്ച ഫണ്ടിൽ നിന്നും തുക പിൻവലിക്കാൻ അപേക്ഷ നൽകിയാൽ ലിക്വിഡ് ഡെറ്റ് ഫണ്ടുകളിൽ 2 ദിവസത്തിനുള്ളിലും മറ്റു ഫണ്ടുകളിൽ 1 മുതൽ 5 ദിവസത്തിനുള്ളിലും പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ്. നിലവിലുള്ള ഇക്വിറ്റി ഫണ്ടുകൾ ഇതെല്ലാമാണ്. ലാർജ് ക്യാപ് ഫണ്ട് മികച്ചതും വലിയതുമായ ടോപ്പ് 100 കമ്പനികളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. മിഡ് ക്യാപ് ഫണ്ട് ആദ്യത്തെ 100 കമ്പനികളിൽ താഴെ എന്നാൽ ഭാവിയിൽ വലിയ കമ്പനികളാവാൻ സാധ്യതയുള്ള 150 കമ്പനികളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. സ്മോൾ ക്യാപ് ഫണ്ട് ആദ്യത്തെ 250 കമ്പനികളിൽ നിന്നും താഴെ വരുന്നവയിൽ നിക്ഷേപം. ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്കൊപ്പം നഷ്ടസാധ്യതയും കൂടുതൽ. നിക്ഷേപത്തിന്റെ കാലയളവ് കൂട്ടി റിസ്കിനെ ഒരു പരിധിവരെ മറികടക്കാം. ലാർജ് ക്യാപ് ആൻഡ് മിഡ് ക്യാപ് ആദ്യത്തെ 250 കമ്പനികളിൽ കൂടിച്ചേർന്നുള്ള നിക്ഷേപം. ഇതുകൂടാതെ വിവിധതരം സൂചികകളെ അടിസ്ഥാനമാക്കി നിക്ഷേപിച്ചിരിക്കുന്നതാണ് ലാർജ് ക്യാപ് ഇൻഡെക്സ് ഫണ്ട്, മിഡ് ക്യാപ് ഇൻഡെക്സ്, സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഫണ്ട് തുടങ്ങിയവ. ഇനിയുമുണ്ട് വിവിധ ഇനം ഫണ്ടുകൾ. അവയിൽ ചിലത് മൾട്ടി ക്യാപ്, ഫ്ലെക്സി ക്യാപ്, ഫോക്കസ്ഡ്, വാല്യൂ ഓറിയന്റഡ്, ഇന്റർനാഷണൽ അതായത് വിദേശ കമ്പനികളിലുള്ള നിക്ഷേപം, കോൺട്രാ ഫണ്ട്, ഒരു പ്രത്യേക സെക്ടറിനെ മാത്രം അടിസ്ഥാനമാക്കി നിക്ഷേപം നടത്തിയിട്ടുള്ള സെക്ടറൽ ബാങ്കിംഗ്, സെക്ടറൽ ടെക്നോളജി, സെക്ടറൽ ഇൻഫ്രാസ്ട്രക്ചർ, സെക്ടറൽ ഫാർമ, തീമാറ്റിക് കൺസംഷൻ, തീമാറ്റിക് PSU അഥവാ പൊതുമേഖലാ കമ്പനികൾ, തീമാറ്റിക് എനർജി, തീമാറ്റിക് MNC തുടങ്ങിയവ. മികച്ച ലാഭവിഹിതം തരുന്ന കമ്പനികളിൽ നിക്ഷേപം നടത്തിയവയെ തീമാറ്റിക് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകളെന്നും പറയുന്നു. ഇവ കൂടാതെ നികുതി ലാഭത്തിനായി ELSS ഫണ്ടും റിട്ടയർമെന്റ് കാലത്തേക്കുള്ള റിട്ടയർമെന്റ് ഫണ്ടുകളും നിലവിലുണ്ട്. മ്യൂച്വൽ ഫണ്ട് പദ്ധതികൾ 3 വിധത്തിലാണുള്ളത്. ഓപ്പൺ എൻഡ്, ക്ലോസ് എൻഡ്, ഇന്റർവെൽ സ്കീമുകൾ. ഓപ്പൺ എൻഡ് പദ്ധതികളിൽ എപ്പോൾ വേണമെങ്കിലും യൂണിറ്റുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. ക്ലോസ് എൻഡ് പദ്ധതികളിൽ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ യൂണിറ്റുകൾ വിൽക്കുകയാണെങ്കിൽ പ്രത്യേക പിഴ ഈടാക്കും. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വാങ്ങാനോ വിൽക്കാനോ അനുവദിക്കുന്ന പദ്ധതികളാണ് ഇന്റർവെൽ സ്കീമുകൾ. ചുരുങ്ങിയത് 2 ദിവസത്തിൽ വിൽക്കാനോ വാങ്ങാനോ കഴിയും. എന്നാൽ അടുത്ത ഇടപാടുകൾക്കായി 15 ദിവസം വരെ കാത്തിരിക്കണം. ഇനി മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. നിക്ഷേപ മേഖല ദിനം പ്രതി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ്. ഇതിൽ തന്നെ ആളുകൾക്ക് ഏറ്റവും പ്രിയം മ്യൂച്വൽ ഫണ്ടുകളോടാണ്. ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളെക്കാൾ വരുമാനം നൽകുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ. ഓഹരി വിപണികളിൽ നേരിട്ട് പങ്കെടുക്കേണ്ട ആവശ്യം മ്യൂച്വൽ ഫണ്ടുകളിലില്ല എന്നത് ഒരു ഗുണമാണ്. നിക്ഷേപിക്കാനുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നോക്കിയാൽ വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ മാർക്കറ്റിലുണ്ട്. എന്നാൽ ഇതിൽ നിന്നും ഏത് തിരഞ്ഞെടുക്കണമെന്നത് ഒരു സംശയമായി നിൽക്കും. പണപ്പെരുപ്പം, സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയവയൊക്കെ സ്കീമുകളെ ബാധിക്കും. ഇവയെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിവുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പലരും റേറ്റിംഗ് നോക്കി ഫണ്ടുകൾ വാങ്ങുമെങ്കിലും പല പാരാമീറ്റേഴ്സുകളിൽ ഒരെണ്ണം മാത്രമാണ് സ്റ്റാർ റേറ്റിംഗ്. അവ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ഫണ്ടുകൾക്കും വ്യത്യസ്തമായിരിക്കും. അതുപോലെ പ്രധാനമാണ് ഫണ്ടുകൾക്ക് വരുന്ന എക്സിറ്റ് ലോഡ്, എക്സ്പെൻസ് റേഷ്യോ പോലുള്ള ചാർജുകൾ. എക്സ്പെൻസ് റേഷ്യോ എപ്പോഴും 1-ൽ താഴെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. 0.5 മുതൽ 0.75 വരെയുള്ളവ തിരഞ്ഞെടുക്കുന്നത് ഉചിതം. എക്സിറ്റ് ലോഡും എക്സ്പെൻസ് റേഷ്യോയും എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. കാണാത്തവർ ഐകാർഡിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി നോക്കാവുന്നതാണ്. ഇതുകൂടാതെ ഫണ്ട് ഹൗസുകൾ കൈകാര്യം ചെയ്യുന്ന നിക്ഷേപങ്ങളുടെ മൊത്തം ആസ്തി അഥവാ AUM, അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൂടി വിലയിരുത്തുന്നത് നല്ലതാണ്. ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക എന്നതല്ല. ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ നിക്ഷേപിക്കാനായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു ഗവേഷണം നടത്തുക. കുറച്ചധികം കാലങ്ങളായി സ്ഥിരമായി നല്ല റിട്ടേൺ തരുന്ന പദ്ധതികൾ കണ്ടെത്തുക. മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട വാർത്തകളെയും വെബ്സൈറ്റുകളെയും ഇതിനായി ആശ്രയിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് ഹൗസുകളെ പറ്റിയും ഒരു ഗൃഹപാഠം നല്ലതാണ്. നിക്ഷേപിക്കാവുന്ന ഏറ്റവും മികച്ച ഫണ്ടുകൾ, ഓഹരികൾ എല്ലാം ഈ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അവ സ്വയം ഗവേഷണം നടത്തിയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായത്താലോ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്നതാണ്.
ഇവിടെ കാണിക്കുന്ന ഫണ്ടുകളും സ്റ്റോക്കുകളും മറ്റും ഞങ്ങൾ പലതരത്തിലുള്ള പാരാമീറ്ററുകൾ ഉപയോഗിച്ചും ഗവേഷണങ്ങൾ നടത്തിയുമാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും അവ ഒരു തരത്തിലുള്ള റെക്കമെൻഡേഷനുമല്ല, നിങ്ങളുടെ അറിവിലേക്കായി മാത്രമാണ് കാണിക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട ഫണ്ട് ഹൗസുകളാണ് ഇനി പറയുന്നത്. ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, ആദിത്യ ബിർല മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്, PPFAS മ്യൂച്വൽ ഫണ്ട്, സുന്ദരം മ്യൂച്വൽ ഫണ്ട്, IDFC മ്യൂച്വൽ ഫണ്ട്, ടാറ്റ മ്യൂച്വൽ ഫണ്ട്, UTI മ്യൂച്വൽ ഫണ്ട്, ഫ്രാങ്ക്ലിൻ ടെംപ്ലറ്റോൺ മ്യൂച്വൽ ഫണ്ട്, കൊഡാക് മ്യൂച്വൽ ഫണ്ട്, പ്രിൻസിപ്പൽ മ്യൂച്വൽ ഫണ്ട്, ക്വാണ്ടം മ്യൂച്വൽ ഫണ്ട്, DSP മ്യൂച്വൽ ഫണ്ട്, IDBI മ്യൂച്വൽ ഫണ്ട്, ബറോഡ BNP പാരിബാസ് മ്യൂച്വൽ ഫണ്ട്, കാനറ റൊബേക്കോ മ്യൂച്വൽ ഫണ്ട്, HSBC മ്യൂച്വൽ ഫണ്ട്, ടോറസ് മ്യൂച്വൽ ഫണ്ട്, മോത്തിലാൽ ഒസ്വാൾ മ്യൂച്വൽ ഫണ്ട്, മഹീന്ദ്ര മാനുലൈഫ് മ്യൂച്വൽ ഫണ്ട്, ബന്ധൻ മ്യൂച്വൽ ഫണ്ട്, മിറ അസറ്റ് മ്യൂച്വൽ ഫണ്ട്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ SIP ലപ്സം ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളെക്കുറിച്ചും മികച്ച മ്യൂച്വൽ ഫണ്ടുകളും അവയുടെ കഴിഞ്ഞകാല പ്രകടനങ്ങളും ഓഹരി വിപണിയെ അടുത്തറിയാനുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. താങ്ക്